Hi everyone, welcome to my classroom. Today we are going to discuss second point in CVP analysis or decision making and marginal costing. That is the second point is profit planning. First point already നമ്മൾ ഡിസ്കസ് ചെയ്തു ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ദറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ള കാര്യം. അതുപോലെ പ്രോഫിറ്റ് പ്ലാനിങ് എങ്ങനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ CVP അനാലിസിസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. First, what is the profit planning? It means planning of future operations so as to attain maximum profit. ഫ്യൂച്ചറിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രോഫിറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലാനിങ് ഓഫ് ഫ്യൂച്ചർ ഓപ്പറേഷൻസ്. ആ ഫ്യൂച്ചർ ഓപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അറ്റൈൻ മാക്സിമം പ്രോഫിറ്റ്. ഓക്കെ, ദർ ആർ 4 ways ടു ഇംപ്രൂവ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് നമുക്ക് 4 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ബൈ ഇൻക്രീസിങ് വോള്യൂം. സെയിൽസ് വോള്യൂം ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാം അല്ലേ. സെയിൽസ് ഓൾറെഡി നമ്മൾ 5000 യൂണിറ്റാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ 7000 യൂണിറ്റ് സെയിൽ ചെയ്താൽ അത്രയും അധികം പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ദെൻ ബൈ ഇൻക്രീസിങ് ദി സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് 10 rupees നമുക്ക് 12 ആക്കിയോ 15 ആക്കിയോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റും. ബൈ ഡിക്രീസിങ് ദി വാരിയബിൾ കോസ്റ്റ് ആൻഡ് ബൈ ഡിക്രീസിങ് ദി ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും കുറച്ചുകൊണ്ടും നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാം. മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്സ് പ്രോഫിറ്റ് പ്ലാനിങ് ത്രൂ ദി കാൽക്കുലേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും പ്രോഫിറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം. പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാൻ കോൺട്രിബ്യൂഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇതിനകത്ത് മാർജിനൽ കോസ്റ്റിങ്ങിൽ. ഓക്കെ, ടു മേക്ക് എഫക്റ്റീവ് പ്രോഫിറ്റ് പ്ലാനിങ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സ്റ്റഡി ദ ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി പ്രോഫിറ്റ് ലൈക്ക് സെയിൽസ് വോളിയം, സെല്ലിംഗ് പ്രൈസ്, ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, സെയിൽസ് മിക്സ് എക്സെട്ര. CVP അനാലിസിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് പ്രോഫിറ്റ് പ്ലാനിങ്. പ്രോഫിറ്റ് പ്ലാനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വാരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും, വോളിയം എന്ന് പറയുമ്പോൾ സെയിൽസ് വോളിയം പ്രോഫിറ്റ്. അപ്പോൾ ഇത് മൂന്നും അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. പ്രോഫിറ്റ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കണം. ആ ഫാക്ടേഴ്സ് തമ്മിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യണം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഫാക്ടേഴ്സ് തമ്മിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് സ്റ്റഡി ചെയ്തുകൊണ്ട് വേണം നമുക്ക് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ദെൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി പ്രോഫിറ്റ്? സെയിൽസ് വോളിയം, സെല്ലിംഗ് പ്രൈസ്, വാരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, സെയിൽസ് മിക്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രോഫിറ്റബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്ത് പ്രോഫിറ്റ് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ത്രൂ എ പ്രോബ്ലം. A toy manufacturer earn an average profit of ₹6 per unit at a selling price of ₹30 by producing and selling 30,000 units at 60% of the potential capacity. The composition of his cost of sales. അതായത് ഒരു ടോയ് മാനുഫാക്ചറുടെ ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റിൽ നിന്ന് അയാൾക്ക് 6 രൂപ കിട്ടുന്നത്, സെല്ലിംഗ് പ്രൈസ് 30 രൂപയാണ്. അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60% കപ്പാസിറ്റിയിൽ 30,000 യൂണിറ്റാണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് അയാൾക്ക് വരുന്നത് 8 രൂപയാണ്. വേജസ് 2, വർക്ക്സ് ഓവർ ഹെഡ് 12 ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് 2. അതിൽ വർക്ക്സ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡിൽ 12 rupeesൽ 50% ഫിക്സഡും ബാക്കി 50 വാരിയബിളും ആയിരിക്കും. അപ്പോൾ 6 രൂപ ഫിക്സഡും 6 രൂപ വാരിയബിളും. ദെൻ സെല്ലിംഗ് ഓവർ ഹെഡിൽ 25% വാരിയബിളാണ്, ബാക്കി 75% ഫിക്സഡും ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് എന്ന് പറയുന്നത് 1.5 അല്ലേ, 1 രൂപ 50 പൈസ ഫിക്സഡും 0.50 എന്ന് പറയുന്നത് 50 പൈസ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാരിയബിളും ആയിരിക്കും. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദി കറൻറ്റ് ഇയർ ഹി ഇൻറ്റൻഡ് ടു പ്രൊഡ്യൂസ് സെയിം നമ്പർ ബട്ട് ആൻറ്റിസിപ്പേറ്റഡ് ദാറ്റ്. ഈ 30,000 യൂണിറ്റ് കറൻറ്റ് ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തെല്ലാം ചേഞ്ചസ് വരും എന്ന് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് 10% കൂടും, ഡയറക്റ്റ് ലേബർ 20% കൂടും, മെറ്റീരിയൽ കോസ്റ്റ് 5% കൂടും, സെല്ലിംഗ് പ്രൈസിൽ മാറ്റാനും പറ്റില്ല. അപ്പോൾ ഇതാണ് അയാളുടെ ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്. അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഹി ഒബ്റ്റെയിൻ ആൻ ഓർഡർ ഫോർ ഫർദർ 20% ഓഫ് കപ്പാസിറ്റി.
ഈ ഒരു സാഹചര്യത്തിൽ ആൾക്ക് 20% അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. വാട്ട് മിനിമം പ്രൈസ് വിൽ യു റെക്കമെൻഡ് ഫോർ ആക്സെപ്റ്റിംഗ് ഓർഡേഴ്സ് ടു ഗിവ് മാനുഫാക്ചറർ ആൻഡ് ഓവറോൾ പ്രോഫിറ്റ് ഓഫ് ₹1,80,000? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു മിനിമം പ്രൈസ് എന്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അഡീഷണൽ 20% കപ്പാസിറ്റി ഓർഡർ കിട്ടിയിട്ടുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം മിനിമം പ്രൈസ് എത്ര നമുക്ക് അയാൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, സെല്ലിംഗ് പ്രൈസ്. അതുപോലെ അവിടെ ശ്രദ്ധിക്കേണ്ടത് അയാൾക്ക് ഏകദേശം പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നത് 1,80,000 ആണ്. അപ്പോൾ 1,80,000 പ്രോഫിറ്റബിലിറ്റി കിട്ടുക വേണം. അതുപോലെ തന്നെ സെയിൽസ് വോള്യൂം ആൾക്ക് എൻഹാൻസ് ചെയ്യാനും പറ്റും. അതായത് 30,000 നിന്ന് അഡീഷണൽ ആയിട്ട് 20% കൂട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഓർമ്മയുണ്ടോ? പർട്ടിക്കുലർ കോളത്തിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് എഴുതേണ്ടത്? സെയിൽസിൽ നിന്ന് വാരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ലെസ് ചെയ്യണം. മാർജിനൽ കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. സെയിൽസ് ഇവിടെ നമ്മൾ 3 കോളം എമൗണ്ടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം കൂടാതെ. അതായത് കോസ്റ്റ് പെർ യൂണിറ്റിന് ഇന്നർ കോളം ഔട്ടർ കോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ എമൗണ്ട് എഴുതാൻ ലാസ്റ്റ് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെയിൽസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 30 രൂപയാണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. കണ്ടോ, ഫസ്റ്റ് ലൈനിൽ തന്നിട്ടുണ്ട് ആവറേജ് പ്രോഫിറ്റ് 6 രൂപയാണ്, സെല്ലിംഗ് പ്രൈസ് 30 രൂപയാണ്. അപ്പോൾ പെർ യൂണിറ്റിൽ സെയിൽസ് എന്തെഴുതാം? 30 രൂപ. എത്ര യൂണിറ്റ് ഉണ്ട്? 30,000 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ 30 rupees × 30,000 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 9 lakh. 9 lakh ആണോ 90 lakh ആണോ വരിക? നോക്കൂ. ഓക്കെ, 9 lakh വരും. ഇനി ലെസ് മാർജിനൽ കോസ്റ്റ് ലെസ് ചെയ്യണം. വാരിയബിൾ കോസ്റ്റ് ഏതൊക്കെയാണ് വാരിയബിൾ കോസ്റ്റിൽ വരിക? മെറ്റീരിയൽ, വേജസ്, വാരിയബിൾ വർക്ക്സ് ഓവർഹെഡ്, വാരിയബിൾ സെല്ലിംഗ് ഓവർഹെഡ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റുകൾ, അതായത് പ്രൈം കോസ്റ്റിൻ്റെ കൂടെ വാരിയബിൾ ഓവർഹെഡ് ആഡ് ചെയ്താലാണ് മാർജിനൽ കോസ്റ്റ് കിട്ടുക. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ആദ്യം എഴുതാം. 8 രൂപയാണ് മെറ്റീരിയൽ കോസ്റ്റ്. അതിൽ 5% ഇൻക്രീസ് അല്ലേ, ഈ വർഷത്തെ ചേഞ്ചസിൽ നമുക്ക് തന്നിട്ടുണ്ട് 5% ഇൻക്രീസ് മെറ്റീരിയൽ കോസ്റ്റിന്. അപ്പോൾ 8 + 5% എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? 8 രൂപയുടെ 5% എത്ര വരും? 0.40 അല്ലേ, 40 പൈസ. അപ്പോൾ 840 ആണ് ഒരു യൂണിറ്റിന് വരിക. ഇന്നർ കോളത്തിൽ എഴുതി 8.40. 8ൻ്റെ കൂടെ 5% കൂടെ ആഡ് ചെയ്യുക. വേജസ് 2 rupeesൻ്റെ കൂടെ 20% കൂടെ ആഡ് ചെയ്യുക. 0.4 തന്നെയാണ് വരിക. 2 × 4 അല്ലേ, 0.4 ആണ് വരിക. അപ്പോൾ 2.40 വന്നു വേജസ്. വാരിയബിൾ ഓവർഹെഡ് 12ൽ 50% വാരിയബിൾ ആണ്. അപ്പോൾ 6 രൂപ എടുത്തു. 12ൽ പകുതി എന്ന് പറയുമ്പോൾ 6 രൂപ എടുത്തു. വാരിയബിൾ സെല്ലിംഗ് ഓവർഹെഡിൽ നമ്മൾ നേരത്തെ നോട്ട് ചെയ്തു 2 രൂപയിൽ 75% ഫിക്സഡ് ആണ്, 25% വാരിയബിൾ ആണ്. അപ്പോൾ 2 രൂപയുടെ 25% 0.50 ആണ് വരിക. അപ്പോൾ മെറ്റീരിയലും വേജസും വാരിയബിൾ വർക്ക്സ് ഓവർഹെഡും വാരിയബിൾ സെല്ലിംഗ് ഓവർഹെഡും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാർജിനൽ കോസ്റ്റ് 17.30 കിട്ടുക. 17 രൂപ 30 പൈസ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളത് സെയിൽസ് ഒന്ന് ലെസ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 30,000 ചെയ്യാം കേട്ടോ. 17.30 ഇൻറ്റു 30,000 യൂണിറ്റ്സ് അല്ലേ. അപ്പോൾ 5,19,000 കിട്ടും. ഓക്കെ, ദെൻ ആ സെയിൽസിൽ നിന്ന് നമ്മൾ ഈ വാരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ 30 rupeesൽ നിന്ന് 17.30 ലെസ് ചെയ്യുമ്പോൾ 12.70 കിട്ടുമ്പോൾ അതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി എമൗണ്ടിലാണെങ്കിലോ 9 lakh നിന്ന് 5,19,000 ലെസ് ചെയ്യുമ്പോൾ 3,81,000 കിട്ടും. എന്ത് കിട്ടിയപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി ഇതിൻ്റെ എക്സാക്റ്റ് പ്രോഫിറ്റ് നമുക്കറിയണമെങ്കിൽ ഫിക്സഡ് ഓവർഹെഡും കൂടെ ലെസ് ചെയ്ത് നോക്കാം. ഫിക്സഡ് ഓവർഹെഡ് എത്രയാണ്? 2 ഓവർഹെഡ് ഉണ്ട്. വർക്ക്സ് ഓവർഹെഡും ഉണ്ട്, അതുപോലെ സെല്ലിംഗ് ഓവർഹെഡും ഉണ്ട്. വർക്ക്സ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറി ഓവർഹെഡ് 30,000 യൂണിറ്റ് 6 രൂപ വെച്ചിട്ട് അല്ലേ. 12ൽ പകുതിയാണല്ലോ ഫിക്സഡ് എന്ന് പറയുന്നത്. അപ്പോൾ
6 rupees into 30,000 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1,80,000 ആണ് എമൗണ്ട് വരിക. അതിൻ്റെ കൂടെ ഫിക്സഡ് കോസ്റ്റ് 10% കൂടുന്നു എന്ന് കറണ്ട് ഇയറിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1,80,000 കൂടെ 10% ആഡ് ചെയ്യാം. ഓക്കെ, വർക്കിംഗ് നോട്ട് നോക്കൂ. ഫിക്സഡ് ഓവർ ഹെഡ് നോക്കൂ. 1,80,000 കൂടെ 10% എന്ന് പറയുമ്പോൾ 18,000 രൂപ ആഡ് ചെയ്യുമ്പോൾ 1,98,000 കിട്ടി. അതുപോലെ ഫിക്സഡ് സെല്ലിംഗ് ഓവർ ഹെഡ് ഉണ്ട്. 1.50 ആണ് ഫിക്സഡ് അല്ലേ. 2 രൂപയിൽ 75% എന്ന് പറയുമ്പോൾ 1.50 ഇൻറ്റു 30,000 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 45,000 ആണ് എമൗണ്ട് വരിക. 45,000 കൂടെ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം 10% കൂടിയിട്ടുണ്ട്. പ്ലസ് 10% എന്ന് പറയുമ്പോൾ 45,000 പ്ലസ് 4,500 ആണ് 10% വരിക. അപ്പോൾ എത്ര വരും? 49,500 വരും. ഓക്കെ, അപ്പോൾ 49,500ഉം 1,98,000 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2,47,500 വന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് 3,81,000 അവിടെ കിട്ടിയിട്ടുണ്ട്. ഫിക്സഡ് വർക്ക്സ് ഓവർഹെഡും ഫിക്സഡ് സെല്ലിംഗ് ഓവർഹെഡും എങ്ങനെ കിട്ടിയെന്ന് വർക്ക് നോട്ടിൽ കാണിച്ചു തന്നു. അതായത് ഈ രണ്ട് ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്തു. 1,98,000ഉം 49,500ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 2,47,500 കിട്ടി. ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷനിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 3,81,000 നിന്ന് ഈ ഫിക്സഡ് കോസ്റ്റ് 2,47,500 ലെസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് നെറ്റ് പ്രോഫിറ്റാണ്. എത്രയാണ് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ്? 1,33,500. അതെങ്ങനെ കിട്ടിയേ? കോൺട്രിബ്യൂഷൻ 3,81,000 നിന്ന് ഫിക്സഡ് കോസ്റ്റ് 2,47,500 ലെസ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് കിട്ടി. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഫിനിഷായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴും നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടു, വാരിയബിൾ കോസ്റ്റ് ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിനിമം പ്രൈസ് നമുക്ക് എത്രയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. കാൽക്കുലേഷൻ ഓഫ് മിനിമം പ്രൈസ് ഫോർ എ സ്പെഷ്യൽ ഓർഡർ. സ്പെഷ്യൽ ഓർഡറിന് മിനിമം പ്രൈസ് 20% കപ്പാസിറ്റിയാണ്. എത്ര യൂണിറ്റാന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെങ്ങനെ കാണുക? നോക്കൂ, വർക്കിംഗ് നോട്ട് 1 നോക്കൂ. 60% കപ്പാസിറ്റിയിൽ 30,000 യൂണിറ്റ്സ് ആണ് അല്ലേ. അറ്റ് 60% കപ്പാസിറ്റി 30,000 യൂണിറ്റ്സ്. ഇവിടെ ദെർഫോർ എന്നാണ് കേട്ടോ. അത് ദെർഫോർ ഇവിടെ 20% കപ്പാസിറ്റിയിൽ അപ്പോൾ എത്ര യൂണിറ്റ് ആണ് എന്നുള്ളതാണ്. ദെർഫോർ അറ്റ് 20% കപ്പാസിറ്റി. ഓക്കെ, അറ്റ് അവിടെ സ്പേസ് ഉണ്ട്. അറ്റ് 20% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 10,000 യൂണിറ്റ്സ് ആണ് കിട്ടുക. അതെങ്ങനെയാണ്? 30,000 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 60% കപ്പാസിറ്റിയിലാണ്. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 60 അതിന് ഇൻറ്റു 20ലേക്കാണ് കൺവേർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ചതുപോലെ അല്ലേ, 100 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 10 വെച്ച് ചെയ്തില്ലേ. അതുപോലെ ഇവിടെ 30,000 എന്ന് പറയുന്നത് 60% കപ്പാസിറ്റിയിൽ, അപ്പോൾ ഡിവൈഡഡ് ബൈ 60. ഇനി അതിനെ നമുക്ക് 20ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു 20 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 30,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 60 അങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ഈ 20 താഴെ അല്ല വരിക, മുകളിലാണ് വരിക കേട്ടോ. 30,000 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 20, അതായത് 30,000 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 60 അങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് 10,000 കിട്ടും. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് മിനിമം പ്രൈസ് ഫോർ എ സ്പെഷ്യൽ ഓർഡർ 10,000 യൂണിറ്റ്സ് അറ്റ് 20% കപ്പാസിറ്റി. ഇനി പ്ലാൻ ചെയ്ത പ്രോഫിറ്റ് എത്ര? നമ്മൾ പ്ലാൻ ചെയ്ത പ്രോഫിറ്റ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കണ്ട ഏറ്റവും ലാസ്റ്റ് ഓവറോൾ പ്രോഫിറ്റ് അയാൾ പ്ലാൻ ചെയ്തത് 1,80,000 അയാൾക്ക് കിട്ടണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പ്ലാൻ പ്രോഫിറ്റ് പറയുന്നത് 1,80,000 ആണ്. പക്ഷേ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണ്? നമ്മൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ശരിക്കും പ്രോഫിറ്റ് എത്ര വന്നു? 1,33,500 വന്നത് ആണല്ലോ. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് 1,33,500 വന്നു. പ്ലാൻ ചെയ്തത് 1,83,000 ആണ്. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ടു ബി ഏൺഡ് ഫ്രം ഓർഡർ. അപ്പം നമുക്ക് ഈ 10,000 യൂണിറ്റ്സിൽ നിന്ന് ലോസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് അതിന് പ്രൈസ് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 10,000 യൂണിറ്റ്സിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യാം? അതെങ്ങനെയാണ് മനസ്സിലായേ? പ്ലാൻ ചെയ്തത് 1,80,000 ആണ്, ശരിക്കും വന്നത് 1,33,500 ആണ്. അപ്പോൾ ഡിഫറൻസ് 46,500. 1,80,000 നിന്ന് 1,33,500 ലെസ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ കൂട്ടേണ്ട പ്രോഫിറ്റ് 46,500. കാരണം 1,33,500 പോരാ, 180 വേണം. അപ്പോൾ അതിലേക്ക് ഡിഫറൻസ് പറയണത് 46,500 അല്ലേ.
180 133,500 ലെസ് ചെയ്തപ്പോൾ 46,500 രൂപയും കൂടെ നമുക്ക് കൂട്ടേണ്ടതുണ്ട്, പ്രോഫിറ്റ് കൂട്ടണം. അപ്പോഴേ നമുക്ക് 1,80,000 എത്തുള്ളൂ, പ്ലാൻ ചെയ്ത പ്രോഫിറ്റിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 46,500 കിട്ടി. ഇനി മിനിമം പ്രൈസ് ഫോർ 10,000 ടോയ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ദാറ്റ് ഈസ് മിനിമം ഒരു 10,000 ടോയ്സിന് നമുക്ക് എത്ര പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 17.30. മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പെർ യൂണിറ്റ് കണ്ടിട്ടുണ്ട്. കണ്ടിവിടെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റിൽ പെർ യൂണിറ്റ് നോക്കൂ. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 17.30 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആ വാരിയബിൾ കോസ്റ്റ് ഇവിടെ 10,000 യൂണിറ്റ്സ് ആണല്ലോ. 10,000 യൂണിറ്റ്സിന് അപ്പോൾ എത്ര വരും? 10,000 യൂണിറ്റിന് 17.30. അപ്പോൾ എത്ര വരും? 1,73,000 വരും. 1,73,000 എന്ത് വന്നു? മാർജിനൽ കോസ്റ്റ് വന്നു. ഈ മാർജിനൽ കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് ഫിക്സ് ചെയ്യാം. പക്ഷേ എൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ ഏൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല 46,500 രൂപ പ്രോഫിറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്താലല്ലേ ലോസ് ഇല്ലാതെ നമുക്ക് 1,80,000 എത്താൻ പറ്റുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്ത പ്രോഫിറ്റിലേക്ക് എത്തണ്ടേ? 1,80,000 എത്തണം. അതിന് നമുക്ക് 46,500 പ്രോഫിറ്റ് ഏൺ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാരിയബിൾ കോസ്റ്റ് 1,73,000 കൂടെ 46,500 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടും? 2,19,500 കിട്ടും. അപ്പോൾ 1,73,000 കൂടെ ഈ ആഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് 46,500 ആഡ് ചെയ്യുമ്പോൾ 2,19,000 നമുക്ക് കിട്ടും. അതായിരിക്കും ഇവിടെ ടോട്ടൽ കോസ്റ്റായിട്ട് വരിക. ഓക്കെ, ടോട്ടൽ കോസ്റ്റായിട്ട് വരുന്നത് എന്താണ്? 2,19,500. ക്ലിയർ ആണല്ലോ? ഇനി മിനിമം പ്രൈസ് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എത്ര പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടേണ്ട എമൗണ്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു യൂണിറ്റിന് എത്രയാണ് വരിക നോക്കാം. അപ്പോൾ 2,19,500 ഡിവൈഡഡ് ബൈ 10,000 യൂണിറ്റ്സ്. അപ്പോൾ ഈ 10,000 യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന മിനിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 21.95 ആണ്. അതായത് 2,19,500. ഓക്കെ, അത് നമ്മൾ വാരിയബിൾ കോസ്റ്റും പ്രോഫിറ്റ് ഏൺ ചെയ്യേണ്ടതും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റായിട്ട് കിട്ടിയതാണ്. ഇത് ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റാണ്? 10,000 യൂണിറ്റ്. ആ 10,000 യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ നമുക്ക് മിനിമം എത്ര രൂപ കൊടുക്കാം? 21.95 കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. 1,80,000 ഏൺ ചെയ്യാൻ പറ്റും. മിനിമം എത്രയും കൂട്ടി കൊടുക്കാം. കാരണം എത്രയും കൂട്ടി കൊടുത്താൽ അത്രയും പ്രോഫിറ്റ് കൂടും. നമുക്കിവിടെ സെയിലിംഗ് കൂടെ വേണം അല്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കൂട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഓൾറെഡി ഉള്ള സെല്ലിംഗ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഈ 10,000 ഓർഡർ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഓൾറെഡി ഉള്ളത് 30 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു അഡീഷണൽ ഓർഡർ നമുക്ക് 21.95 അതായത് 21.95 നമുക്ക് സെയിൽ ചെയ്താലും നമ്മൾ പ്ലാൻ ചെയ്ത പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 1,80,000 നമുക്ക് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പോൾ ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ വർക്കിംഗ് നോട്ടാണ് ലാസ്റ്റ് പേജിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PDF നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.